Hi, welcome to Island IAS Ignite Foundation Newspaper Analysis. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് 12 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിളാണ്. ദ ഹിന്ദു അതുപോലെ തന്നെ ദ ഇന്ത്യൻ എക്സ്പ്രസ്, ഈ രണ്ട് ന്യൂസ് പേപ്പറിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള UPSC പേഴ്സ്പെക്റ്റീവിലുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഹിന്ദുവിലെ രണ്ട് ആർട്ടിക്കിളാണ്. ഒന്ന് അബൌട്ട് ദ എത്തനോൾ ബ്ലെൻഡഡ് ഫ്യൂവൽ, ദെൻ പിപ്രാവ റിലീക്സിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന് നമ്മുടെ ഫ്ലാഷ് ഫ്ലഡ്സ് ഒക്കെ ഉണ്ടായി, അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിൾ വരുന്നുണ്ട്. ഓപ്പഡിലെ ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂ ഇൻകം ടാക്സ് ബിൽ 2025 കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേരള ഓണത്തിന് വേണ്ടിയിട്ട് RBI ഒരു അഡീഷണൽ ബോറോവിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ന്യൂസിലോട്ട് കടക്കാം. ഫസ്റ്റത്തെ ആ ഒരു ന്യൂസ് എന്ന് പറയുന്നത് അബൌട്ട് എത്തനോൾ ബ്ലെൻഡഡ് ഫ്യൂവൽസിനെ കുറിച്ചാണ്. നമ്മുടെ GS3 എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജിയിലെ എനർജി ഈ ഒരു ഏരിയയിൽ വരുന്ന ഒരു ആർട്ടിക്കിളാണിത്. എഡിറ്റോറിയലാണ് ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എത്തനോൾ ബ്ലെൻഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. എത്തനോൾ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ്ചർ ഓഫ് പെട്രോൾ പ്ലസ് എത്തനോളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എത്തനോൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഫോസിൽ ഫ്യൂവൽസ് ആയിട്ടുള്ള പെട്രോളും ആയിട്ട് എത്തനോൾ ബ്ലെൻഡ് ചെയ്യുക, ഇതാണ് നമ്മൾ എത്തനോൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ഈ എത്തനോൾ ബ്ലെൻഡിങ് നമ്മൾ മുൻപോട്ട് കൊണ്ടുവന്നത് നമ്മുടെ നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂവൽസ് 2018 എന്ന് പറയുന്ന ഈ ഒരു പ്ലാൻ വഴിയാണ്. നമ്മളിത് 2018 നമ്മുടെ നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂവൽസ് കൊണ്ടുവരുന്നത്. ഇത് നമ്മൾ 2022 നമ്മൾ ഇതിനെ അമെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇത് കൊണ്ടുവന്നത്? ടു പ്രൊമോട്ട് പ്രൊഡക്ഷൻ ആൻഡ് യൂസ് ഓഫ് ബയോഫ്യൂവൽസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബയോഫ്യൂവൽസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുക, അതുപോലെ തന്നെ അതിനെ സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് കൊണ്ടുവരിക എന്നുള്ള ആവശ്യത്തിനാണ് നമ്മൾ നമ്മുടെ ബയോഫ്യൂവൽസ് പോളിസി കൊണ്ടുവന്നത്. അപ്പോൾ ഈ ബയോഫ്യൂവൽ പോളിസിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് എന്ത്? എത്തനോൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ആൻ ഇൻഡിക്കേറ്റീവ് ടാർഗറ്റ് ഓഫ് 20% ബ്ലെൻഡിങ് ഓഫ് എത്തനോൾ ഇൻ പെട്രോൾ ആൻഡ് 5% ബ്ലെൻഡിങ് ഓഫ് ബയോഡീസൽ ഇൻ ഡീസൽ ഇസ് പ്രൊപ്പോസ്ഡ് ബൈ 2030. അതായത് നമ്മളൊരു 2030 ആവുന്ന സമയത്ത് നമ്മൾ 20% പെട്രോൾസ് എത്തനോളുമായിട്ട് ബ്ലെൻഡ് ചെയ്യണം. അതുപോലെ 5% ഡീസലും നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന എത്തനോളുമായിട്ട് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളൊരു ടാർഗറ്റാണ് നമ്മുടെ ബയോഫ്യൂവൽ പോളിസി 2030 നമ്മൾ മുൻപോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ എന്താണ് ബയോഫ്യൂവൽ പോളിസി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ എത്തനോൾ ബ്ലെൻഡിങ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ് ഇവിടെ വരുന്നത്. അതായത് വെഹിക്കിൾ ഓണേഴ്സ് റിസർവ് സപ്പോർട്ട് ഓൺ യൂസ് ഓഫ് എത്തനോൾ ബ്ലെൻഡഡ് ഫ്യൂവൽസ്. നമ്മുടെ വെഹിക്കിൾ യൂസേഴ്സ് ആണ് മെയിൻലി എത്തനോൾസ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ തന്നെയാണ് വണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ എത്തനോൾ കൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതിനെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിത് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് വേണം. ഈ ഒരു സിസ്റ്റമാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മളൊരു എത്തനോൾ ബ്ലെൻഡ് ചെയ്യുന്ന ഈ ഒരു ഐഡിയ വരുന്നത് തന്നെ നമുക്ക് 1970s ഈ പറയുന്ന എത്തനോൾ ബ്ലെൻഡിങ്ങിനെ കുറിച്ചൊരു ഐഡിയ നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ എത്തനോൾ ബ്ലെൻഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 20%, അതായത് ഇന്ത്യക്ക് 20%ഓളം ലാഭം ഈ പറയുന്ന എത്തനോൾ ബ്ലെൻഡിങ് വഴി നമുക്ക് ലഭിക്കുന്നു. അതായത് ഒരു $10 ബില്യൺ നമുക്ക് എത്തനോൾ ബ്ലെൻഡിങ് വഴി എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഗവൺമെൻറ്റിന് അത്രയും പൈസ ലാഭിക്കാനായിട്ട് പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ നമ്മൾ എന്തൊക്കെ രീതിയിൽ നമുക്ക് ഈ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാം? എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്യൂവൽസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് സീ ഹെവി മൊളാസസ് എന്ന് പറയുന്നത്. നമ്മുടെ ഷുഗർ കെയിൻ ഉണ്ടല്ലോ, ഷുഗർ കെയിനിൽ നിന്ന് നമ്മൾ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് എത്തനോൾ ആക്കാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം? പെട്രോളുമായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ഈ എത്തനോൾ ബ്ലെൻഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റുകൾ, അതുപോലെ തന്നെ ഡീസലിന് ബയോഡീസൽസിനായിട്ട് ഉപയോഗിക്കുന്ന ജെട്രോപ്പ പോലുള്ള പ്ലാന്റുകൾ, ഈ പേരുകളൊക്കെ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. UPSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പ്രിലിംസിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ പറഞ്ഞത്, എത്തനോൾ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ബെനിഫിറ്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്ലാന്റ്സ് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഹെവി മൊളാസസ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രോക്കൺ റൈസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഗോഡൗണിലൊക്കെ ബാലൻസ് വരുന്ന വേസ്റ്റ് ആവുന്ന ബ്രോക്കൺ റൈസ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മെയ്സ് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ നമുക്ക് എത്തനോൾ ബ്ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതായത് നമ്മുടെ ബയോ വേസ്റ്റുകൾ, നമുക്ക് ബയോളജിക്കലി പ്ലാന്റ് വേസ്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, എത്തനോൾ ബ്ലെൻഡ് ചെയ്യാം. അത് നമുക്ക് എൻവയോൺമെൻറ്റൽ കൺസർവേഷനിൽ ഭാഗമായിട്ട് നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഈ എത്തനോളിന് ഒരു പ്രശ്നമുണ്ട്. അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എത്തനോൾ എന്ന് പറയുന്ന ഫ്യൂവൽ നമ്മൾ പെട്രോളുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് വണ്ടികളുടെ വെഹിക്കിൾസിൻ്റെ ഡ്യൂറബിലിറ്റിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇത് കൊറോഷൻ കൊണ്ടുവരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. വെഹിക്കിൾസിൽ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ആ ഒരു വണ്ടിക്ക് എന്തുണ്ടാക്കുന്നുണ്ട്, കൊറോഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂറബിലിറ്റി കുറയ്ക്കാനായിട്ട് ചാൻസസ് ഉണ്ട് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇറ്റ് ക്യാൻ അഫക്റ്റ് മെറ്റീരിയൽ ഡ്യൂറബിലിറ്റി ആൻഡ് കൊറോഡ് ഫ്യൂവൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം. പക്ഷേ ഇതൊക്കെ നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ഒരു വണ്ടിയിലോട്ട് കൊണ്ടുപോയിട്ട് ഇത് ഒഴിക്കില്ലല്ലോ. നമ്മൾ മെയിൻലി ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പുതിയ ടെക്നോളജീസ് ആയിട്ടുള്ള വെഹിക്കിൾസ് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ BS1, BS2, BS4, BS5 അങ്ങനെ പുതിയ വെഹിക്കിൾസൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വെഹിക്കിൾസ് ആണ് ഉപയോഗിക്കുന്നത്. അതെന്തിനാണ്, നമ്മൾ ഈ പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എത്തനോൾ പോലുള്ള പെട്രോളുകൾ നമുക്ക് ഉപയോഗിക്കണം. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെഹിക്കിൾസും പെട്രോൾസും നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ എത്തനോൾ ബ്ലെൻഡിങ് എന്താന്ന് പറഞ്ഞു, എത്തനോൾ ബ്ലെൻഡിങ് കൊണ്ട് എന്തൊക്കെ പ്ലാൻസ് ചെയ്താണ് നമ്മൾ എത്തനോൾ ബ്ലെൻഡിങ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ എന്താണ് എത്തനോൾ ബ്ലെൻഡിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഡ്യൂറബിലിറ്റി, അതുപോലെ തന്നെ അതിനെന്താണ് കൊറോഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ നമുക്ക് എങ്ങനെ തടയാം, അതിനെന്ത് വേണം, ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം ആവശ്യമാണ് എന്നാണ് ഈ ആർട്ടിക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു UPSC ബയോഫ്യൂവൽസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 2020 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. According to India's national policy on biofuels, which of the following can be used as raw materials for production of biofuels? ബയോഫ്യൂവൽസിൻ്റെ പ്രൊഡക്ഷന് എന്തൊക്കെ, ഇതിനകത്തുള്ള ഏതൊക്കെ റോ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്? അതായത് നമ്മുടെ ബയോ എത്തനോളും അതുപോലെ തന്നെ ബയോഡീസലിനും ബയോ പെട്രോളും ഒക്കെ ഈ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസിൽ നിന്ന് ഏതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഒന്ന് ചോദിച്ചത് കസാവ, അതുപോലെ തന്നെ ഡാമേജ്ഡ് വീറ്റ് ഗ്രെയിൻസ്, ഗ്രൗണ്ട്നട്ട് സീഡ്സ്, ഹോഴ്സ് ഗ്രാം, റോട്ടൻ പൊട്ടറ്റോസ്, ഷുഗർ ബീറ്റ്സ്, ഇത്രയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് സെലക്ട് ചെയ്യണം. അപ്പം നമുക്കിവിടെ ആൻസർ വരുന്നത് ഏതൊക്കെയാണ്, കസാവ വരുന്നുണ്ട്, നമുക്ക് ഡാമേജ്ഡ് വീറ്റ് ഗ്രെയിൻസ് ഉപയോഗിക്കാം, മെയ്സൊക്കെ ഉപയോഗിക്കാം, അതുപോലെ തന്നെ വീറ്റ് ഗ്രെയിൻസ് ഉപയോഗിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ എന്താണ് റോട്ടൻ പൊട്ടറ്റോസ്, അതുപോലെ തന്നെ ഷുഗർ ബീറ്റ്സ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഗ്രൗണ്ട് നട്ട് സീഡ്സും ഹൗസ് ഗ്രാമും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് 1, 2 and 5, 6 ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വരുന്ന പ്രിലിംസിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു എഡിറ്റോറിയലാണ് അബൌട്ട് എത്തനോൾ ബ്ലെൻഡിങ്. എന്താണ് എത്തനോൾ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ട് നമ്മൾ എത്തനോൾ ബ്ലെൻഡിങ്ങിന് കുറച്ചുകൂടി ഗവൺമെൻറ് സപ്പോർട്ട് കൊടുക്കണം എന്നാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ വന്നത് പിപ്രാവ റിലിക്സിനെ കുറിച്ചാണ്. പിപ്രാവ റിലിക്സ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിലിക്സ് ആണ്. പിപ്രാവ റിലിക്സ് എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് റിലിക്സ് ആണ്. ഇത് നമ്മുടെ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പേപ്പറിലാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ പിപ്രാവ റിലിക്സ് എന്ന് പറയുന്നത് 1898 വില്യം
ക്ലാക്സ്റ്റൺ പെപ്പെ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറാണ് ഇതിനെ ഡിസ്കവർ ചെയ്യുന്നത്. സിത്താന്ത നഗർ, യു പിയിലെ നേപ്പാൾ ബോർഡറിൽ വരുന്ന സിത്താന്ത നഗറിലാണ് നമ്മൾ ഈ പിപ്രാവ റെലിക്സ് ഡിസ്കവർ ചെയ്യുന്നത്. ഇത് ഡിസ്കവർ ചെയ്തത് ബുദ്ധയുടെ ബോൺസ്, അതുപോലെ തന്നെ ആർട്ടിഫാക്ട്സ്, ജെംസ്, കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് ഡിസ്കവർ ചെയ്തു. ഇത് ഡിസ്കവർ ചെയ്തത് ബ്രിട്ടീഷുകാരായതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, അവരത് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലോട്ട് കൊണ്ടുപോയിട്ട് അവരതിനെ സൂക്ഷിച്ചു. അവരുടെ മ്യൂസിയത്തിലല്ല, ഈ പറയുന്ന വില്യം കെട്ടൻ പെപ്പെ അവരുടെ ഫാമിലി ഈ സാധനങ്ങളെ, റെലിക്സുകളെ സംരക്ഷിച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഈ അടുത്ത് ഇത് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ വെച്ചു. ഈ പിപ്രാവ റിലിക്സിനെ ഓപ്ഷനിൽ വെച്ചു. എന്നിട്ട് നമ്മുടെ ഗോദ്രേജ് കമ്പനി ഉണ്ടല്ലോ, ഈ ഗോദ്രേജ് കമ്പനി ഇതിനെ ഓപ്ഷനിൽ എടുത്തിട്ട് ഇത് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതായത് ഇത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു, ബ്രിട്ടനിലായിരുന്നു. ബ്രിട്ടനിൽ നിന്ന് ഓപ്ഷൻ വഴി അതെന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇതൊരു കഴിഞ്ഞ വീക്കിൽ വന്നിട്ടുള്ളൊരു ന്യൂസ് ആണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു എഡിറ്റോറിയലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, പിപ്രാവയുടെ ബെനിഫിറ്റ് അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ഇത് സ്തൂപ ലൈഡ് ലാർജ് സ്റ്റോൺ കോഫിംഗ് ബോൺ ഫ്രാഗ്മെന്റ്സ് ഉണ്ട്, ബുദ്ധയുടെ ബോൺ ഫ്രാഗ്മെന്റ്സ് ഉണ്ട് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ കാസ്കറ്റ്സ് ഓഫ് സാബ്സ്റ്റോൺ, ക്രിസ്റ്റൽ, സാൻഡ്സ്റ്റോൺ, ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് ഇന്ത്യൻ മ്യൂസിയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പോവാണ്. ഈ പിപ്രാവ റിലിക്സ് ഈസ് കൺസിഡേർഡ് ടു ബി ഫിസിക്കൽ റെമനൻസ് അസോസിയേറ്റഡ് വിത്ത് ലോർഡ് ബുദ്ധാസ് മോർട്ടൽ റെമനൻസ്. അതുകൊണ്ടാണ് ഇതിന് ഇമ്പോർട്ടൻസ് വരുന്നത് തന്നെ. ദെൻ ഇത് ഗോദ്രേജ് കമ്പനി ഓപ്ഷനിൽ കൊണ്ടുവന്നു. തൽക്കാലം കുറച്ച് നാളത്തേക്ക് എന്താ ചെയ്യാൻ പോകുന്നത്, ഇത് നാഷണൽ മ്യൂസിയം, ഇന്ത്യൻ നാഷണൽ മ്യൂസിയം കൊൽക്കത്തയിൽ ഇത് വെക്കാനായിട്ട് പോകുന്നുണ്ട്. ഒരു 1 month അല്ലെങ്കിൽ 2 months. അപ്പോൾ ഈ ഒരു മാസത്തിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഈ പിപ്രാവ റിലിക്സിനെ കാണാനായിട്ട് പറ്റും. ബട്ട് ആഫ്റ്റർ എന്ത് ചെയ്യും, ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ് ഇത് ഓപ്ഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, അവരിത് അവരുടെ പേഴ്സണൽ കളക്ഷനിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നഷ്ടമാണ്. കാരണം നമ്മുടെ നാഷണൽ ട്രഷറായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇവിടെ ഈ ഒരു എഡിറ്റോറിയൽ അവർ ക്രിട്ടിസൈസ് ചെയ്യാണ് ഗവൺമെന്റിനെ. എന്തുകൊണ്ട് ഗവൺമെന്റ് ഇങ്ങനെ ഒരു സാധനത്തിനെ ഓപ്ഷൻ ചെയ്തില്ല, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് നേരത്തെ ഗവൺമെന്റ് അറിഞ്ഞില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെന്റ് നേരത്തെ അറിയണമായിരുന്നു. ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് കൊടുക്കാതെ ഡയറക്റ്റ് ഗവൺമെന്റ് ഈ പറയുന്ന റിലിക്സുകളും അല്ലെങ്കിൽ ഇങ്ങനത്തെ നാഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓപ്ഷൻ ചെയ്ത് കൊണ്ടുവരണമെന്നാണ് ഈ ഒരു എഡിറ്റോറിയൽ ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ഈ ഒരു എഡിറ്റോറിയലിൽ മെയിൻലി നോക്കേണ്ടത് പിപ്രാവ റിലിക്സിനെ കുറിച്ചാണ്. നമുക്ക് പ്രിലിംസ് പേഴ്സ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ന്യൂസാണ് പിപ്രാവ റിലിക്സിനെ കുറിച്ച് വരുന്നത്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡേഞ്ചേഴ്സ് ഓഫ് ഇൽ പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഹിമാലയൻ റീജിയൻസ്. അതായത് നമ്മുടെ ഹിമാലയൻ റീജിയൻസ്, നമ്മുടെ ഉത്തരാഖണ്ഡ്, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്, ഈ ഒരു റീജിയൻ, ഉത്തരാഖണ്ഡിൽ ഫ്ലാഷ് ഫ്ലഡ്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീക്കിൽ. അത് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു ടെക്സ്റ്റാണ്, നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ളൊരു ടെക്സ്റ്റ് ആണ് ഇത്. ക്ലൈമറ്റ് ചേഞ്ചിനെയാണ് നമ്മളെപ്പോഴും ബ്ലെയിം ചെയ്യുന്നത്. എന്തൊരു നാച്ചുറൽ ഫിനോമിന ഉണ്ടാവുന്ന സമയത്തും ഫസ്റ്റ് നമ്മൾ ആരെ ബ്ലെയിം ചെയ്യുക, അത് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ആണ് ഇതിന് കാരണം എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെയും പറയുന്നത്. അതായത് ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടായ സമയത്ത് നമ്മൾ എപ്പോഴും പറഞ്ഞത് എന്താ, ഇത് ക്ലൈമറ്റ് ചേഞ്ച് കാരണമാണ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് കാരണമാണ് ഈ ഒരു ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടായത് എന്ന് പറഞ്ഞു. ബട്ട് അതിനേക്കാളൊക്കെ അപ്പുറത്ത് എന്തുണ്ട്, ഇവിടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇതിന് കാരണമായിട്ടുണ്ട്. മനുഷ്യന്റെ കൈകടത്തലുകളും ഡെവലപ്മെന്റുകളും എല്ലാം തന്നെ എന്താണ് ഈ ഉത്തരാഖണ്ഡ് ഫ്ലാഷ് ഫ്ലഡ്സിന് കാരണമായിട്ടുണ്ട് എന്നാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടായി. അതിന് കാരണം എന്താണ്, ഗ്ലോബൽ വാർമിംഗും ക്ലൈമറ്റ് ചേഞ്ചും അതിനൊരു കാരണമാണ്. അതായത് അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടുന്നു, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നുണ്ട്, അത് ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാവുന്നു. അതുകൊണ്ട് എന്താണ് അറ്റ്മോസ്ഫിയറിൽ ഹൈഡ്രോളജിക്കൽ സൈക്കിൾസ് കൂടുതലായിട്ട് വരുന്നതും ക്ലൗഡ് ഫോർമേഷൻ, അതുവഴി റെയിൻ ഉണ്ടാവുന്നുണ്ട്, വെള്ളം കൂടുന്നു. പക്ഷെ അത് മാത്രമല്ലല്ലോ,
ഇതിന്റെ പ്രശ്നമായിട്ട് വരുന്നത്. അതായത് ആ ഒരു ഏരിയയുടെ ടോപ്പോഗ്രഫി ഫ്ലാഷ് ഫ്ലഡിനെ ബാധിക്കുന്നുണ്ട്. അവിടെ വന്നിട്ടായിട്ടുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ബാധിക്കുന്നുണ്ട്. ചില സമയത്ത് ആളുകൾ എന്ത് പറയും, ഇങ്ങനെ ഒരു ഫ്ലഡോ അല്ലെങ്കിൽ ഇതുണ്ടാവുന്ന സമയത്ത് എന്താണ് പറയും, അവിടെ ദൈവത്തിന്റെ പേര് പറയും. അതായത് ഭഗവാൻ കോപിച്ചതാണ്, ദൈവം കോപിച്ചത് കൊണ്ടാണ് ആ ഒരു ഫ്ലഡ് ഉണ്ടായത് എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേദർനാഥ് ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട് 2013 ഉണ്ടായിട്ടുള്ള ഫ്ലാഷ് ഫ്ലഡാണ് കേദർനാഥ് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഏരിയയുടെ ഹിസ്റ്ററി നോക്കിയാൽ തന്നെ നമുക്കൊരു 3-4 ഫ്ലഡുകൾ ആ ഒരു ഏരിയയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് 2013 കേദർനാഥ് ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്, 2011 ഉത്തരാകാശിയിൽ ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇതൊരു ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. അതിന് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അതിനൊരു വൾണറബിലിറ്റീസ് ഉണ്ട്. അതിനെന്താ, കുറച്ച് വൾണറബിലിറ്റീസ് ഉള്ള ഒരു ഏരിയ ആണത്. അത് ഈ പറയുന്ന ഫ്ലഡിനൊക്കെ കാരണമാവുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ നാച്ചുറൽ വൾണറബിലിറ്റി തന്നെയാണ്. നാച്ചുറൽ വൾണറബിലിറ്റി എന്താണ്? നാച്ചുറൽ വൾണറബിലിറ്റി എന്ന് പറയുന്നത് അതായത് അത് ഹിമാലയൻ ഏരിയ ആണ്, ഹിമാലയൻ മൗണ്ടെയ്ൻസിന്റെ ഏരിയ ആണ് ഈ പറയുന്ന ഉത്തരാഖണ്ഡ് റീജിയൻ. ഹിമാലയൻ എപ്പോഴും എന്താണ്, അതൊരു യങ് ഫോൾഡ് മൗണ്ടെയിൻ ആണ്, അതായത് യങ് സ്റ്റേജിൽ ഇരിക്കുന്ന മൗണ്ടെയിൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫ്ലഡ് അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവുന്ന സമയത്ത് പെട്ടെന്ന് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനായിട്ട് കാരണമുണ്ട്. അപ്പോൾ അത് ക്ലൈമറ്റ് ചേഞ്ചിനെ മാത്രം പറഞ്ഞാൽ പോരാ, അതായത് ഇതിൻ്റെ ഒരു ടോപ്പോഗ്രഫി അങ്ങനെയാണ്, അത് ഹൈലി ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ദെൻ എന്താണ് രണ്ടാമത് പറയുന്നത്, മനുഷ്യൻ്റെ കാര്യങ്ങളാണ്. ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് എന്ത് പറയുന്നു, ഈ പറയുന്ന ഫ്ലഡിനും ലാൻഡ് സ്ലൈഡിനും കാരണമായിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മെയിൻലി എന്താ, ഇൻഡിസ്ക്രിമിനേറ്റ്, അൺപ്ലാൻഡ് ആൻഡ് ഓഫൺ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ഓഫ് ഹോംസ്, ഗസ്റ്റ് ഹൗസ്, ആശ്രമാസ്, ഹോട്ടൽസ്, മാഗി പോയിന്റ്സ് ആൻഡ് മിലിറ്ററി ക്യാമ്പ്സ് ദാറ്റ് ലൈ ഡയറക്ട്ലി ഇൻ ദ പാത്ത് ഓഫ് പൊട്ടൻഷ്യൽ ഫ്ലാഷ് ഫ്ലഡ്സ്. അതായത് വർഷങ്ങളായിട്ട് വെള്ളം പോകുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ കേരള ഫ്ലഡ് ഉണ്ടായ സമയത്ത് മനസ്സിലായതാണ് എന്താണ്, റിവർ ഫ്ലോ ചെയ്യുന്ന ഏരിയയിലൊക്കെ എൻക്രോച്ച്മെന്റ് ഉണ്ടായി. അപ്പോൾ എന്ത് പറ്റി, വെള്ളം കൂടിയ സമയത്ത് അത് മുൻപ് ഒഴുകിക്കൊണ്ടിരുന്ന ആ ഒരു വഴിക്കൂടെ തന്നെ റിവർ ഫ്ലോ ചെയ്യും. പക്ഷെ ആ ഒരു ഫ്ലോനെ തടഞ്ഞുകൊണ്ട് അവിടെ ഒരു ബാരിയർ വന്നു കഴിഞ്ഞപ്പോൾ അത് വലിയൊരു ഫ്ലഡിലേക്ക് കാരണമായി. അതേ തന്നെ സിസ്റ്റം ഈ പറയുന്ന ഉത്തരാഖണ്ഡ് റീജിയനിൽ മുമ്പ് റിവർ ഫ്ലോ ചെയ്തുകൊണ്ടിരുന്ന ഏരിയ ആണ്. വെള്ളം കൂടി വന്ന സമയത്ത് അവിടെ ഇല്ലീഗൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് വന്നു, ഗസ്റ്റ് ഹൗസുകൾ വന്നു, വീടുകൾ വന്നു, മാഗി പോയിന്റ്സുകൾ, എന്തിനു വേണ്ട മുക്കിലും മൂലയിലും എല്ലാ സ്ഥലത്തും ഓരോരോ ചെറിയ ചെറിയ പെട്ടിക്കടകളും എല്ലാം വരാനായിട്ട് തുടങ്ങി. അപ്പൊ ഇതൊക്കെ എന്ത് പറ്റി, ഇതൊക്കെ ഈ പറയുന്ന ഫ്ലാഷ് ഫ്ലഡിന്റെ ആഴം കൂട്ടാനായിട്ട് കാരണമായി. ദെൻ നെക്സ്റ്റ് വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടൂറിസം ഡെവലപ്മെന്റ് ആണ്. മെയിൻലി പിലിഗ്രം ടൂറിസം വന്ന സമയത്ത് എന്താ, പണ്ടൊക്കെ കുറച്ച് ആളുകൾ നടന്ന് മാത്രം വന്നിരുന്ന ഒരു ഏരിയ ആയിരുന്നു. ടൂറിസം ഡെവലപ്പ് ചെയ്ത സമയത്ത് പിലിഗ്രിം ടൂറിസം ഡെവലപ്പ് ചെയ്തപ്പോൾ അവിടേക്ക് വലിയ റോഡുകൾ വേണ്ടി വന്നു. അതുപോലെ തന്നെ ബസ്സുകൾ കൂടുതൽ, കാറുകൾ, അതുപോലെ തന്നെ ഹെലികോപ്റ്റർ പാഡ് വേണം. ഇപ്പം നമ്മൾ ശബരിമലയിൽ പോലും എന്താ ഹെലിപാഡ് വേണം, അങ്ങനെയുള്ള അതിൻ്റെ ആവശ്യങ്ങൾ കൂടി വന്നു. അപ്പം അതുവഴി എന്തായിരുന്നു, കൺസ്ട്രക്ഷൻസ് കൂടി, അതുപോലെ തന്നെ ആളുകൾ കൂടി, ആ ഒരു ഏരിയയിൽ വരുന്ന ആളുകൾ കൂടി. അപ്പം അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റിയിലൊക്കെ കൂടുതലായി. ഇതൊക്കെ എന്തായി, അതൊക്കെ ഈ പറയുന്ന ഫ്ലഡിന് കാരണമായിട്ടുണ്ട് എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് അർബൻ എൻക്രോച്ച്മെന്റ്. ഈ ടൂറിസം ഡെവലപ്പായ സമയത്ത് ഇതിന്റെ ഭാഗമായിട്ട് കടകളൊക്കെ വന്നു, ആളുകൾ എന്താണ് കൂടുതൽ എൻക്രോച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതൊക്കെ എന്താണ് ഈ പറയുന്ന ഫ്ലഡിന് കാരണമായിട്ടുണ്ട്. ദെൻ നമുക്ക് ഗവൺമെന്റിന്റെ ഇതിൽ പറയാം പുവർ പ്ലാനിങ്. അവരുടെ പ്ലാനിങ് എന്തായിരുന്നു, കൃത്യമായിരുന്നില്ല. അതുകൊണ്ട് ഇതും ഫ്ലഡിന് കാരണമായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഡീഫോറസ്റ്റേഷൻ. കൂടുതൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കൂടുതലായിട്ട് ഫോറസ്റ്റിനെ നശിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇതൊക്കെ എന്താണ് ഫ്ലഡിന് കാരണം ആയിട്ടുണ്ട്. എൻക്രോച്ച്മെന്റ്, ഇതെല്ലാം ഈ പറയുന്ന ഫ്ലാഷ് ഫ്ലഡിന്
കൂടുതൽ കാരണമായി. അപ്പം നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിനും ഗ്ലോബൽ വാർമിങ്ങിനെ മാത്രം പഴിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ ആന്ത്രോപോജനിക് ആയിട്ടുള്ള ഏതൊരു കാര്യങ്ങളും നമ്മൾ ഈ പറയുന്ന എൻവയോൺമെന്റൽ ഡിസാസ്റ്റേഴ്സിന് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസാസ്റ്റേഴ്സിന്റെ ആഴം കൂടാനും ഇത് കാരണമാവുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ, അപ്പം ഇങ്ങനെ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്, അപ്പം നമുക്ക് എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്ലാഷ് ഫ്ലഡ് ഇതൊക്കെ നമുക്ക് എങ്ങനെ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ലാൻഡ് യൂസ് പ്ലാനിങ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതായത് ഒരു ഹിമാലയ പോലെയായിട്ടുള്ള യങ് ഫോൾഡ് മൗണ്ടെയിൻ ഏരിയ ആണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ലാൻഡ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, ലാൻഡ് സ്ലൈഡ് ഒന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് നമുക്ക് കൊണ്ടുവരാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ആ ഒരു ടൂറിസത്തിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പൊ നമ്മള് ചാർധാം യാത്രയൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ആളുകൾ കൂടുന്നതനുസരിച്ചിട്ട്, ഇത് പിലിഗ്രിംസ് കൂടുന്നതനുസരിച്ച് ഫ്ലഡ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ ആഴം കൂട്ടും. അപ്പൊ ടൂറിസം മേഖലയിൽ പിലിഗ്രിംസിനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുപോവാം. ഒരു വർഷം വരുന്ന ആളുകൾ 10,000 ആണെങ്കിൽ അതൊരു 5,000 ആളുകളിലേക്ക് കുറയ്ക്കുക. അങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വേറെ എക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മുടെ ജപ്പാൻ പോലുള്ള കൺട്രീസ്, അവരൊക്കെ എന്താണ്, സുനാമി പ്രോൺ ഏരിയാസ് ആണ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, ഈ പറയുന്ന സുനാമീസ് ഒക്കെ തടയുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, എക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ എന്താ, ആളുകൾക്ക് പബ്ലിക് അവെയർനെസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നോക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ആർട്ടിക്കിളാണ്. അതായത് നമ്മൾ എന്തൊരു അറ്റ്മോസ്ഫിയറിക് ഫിനോമിന ഉണ്ടാവുന്ന സമയത്തും അവിടെ നമ്മൾ എന്താണ്, ക്ലൈമറ്റ് ചേഞ്ചിനോ ഗ്ലോബൽ വാർമിങ്ങിനെ മാത്രം പഴിച്ചാൽ പോരാ. ഇവിടെ എന്തൊക്കെയുണ്ട്, നമ്മുടെ ആക്ടിവിറ്റീസും ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പ്രഷറും കാര്യങ്ങളും, ഗവൺമെന്റിന്റെ എന്താ പറയാ ശ്രദ്ധയില്ലായ്മ പോലും ഈ പറയുന്ന ഒരു ഡിസാസ്റ്ററിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത് നമ്മുടെ ആന്ത്രോപോജനിക് ആക്ടിവിറ്റി കൂടി കാരണം ആണ്. നോട്ട് ജസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് മാത്രമല്ല, നമ്മുടെ പ്ലാനിങ് തെറ്റുന്നതും ഈ പറയുന്ന ഇതിനൊക്കെ കാരണം ആവുന്നുണ്ട് എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ UPSCയുടെ ജെൻഡർ സോഷ്യൽ ജസ്റ്റിസ്, സോഷ്യൽ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇന്ത്യൻ സൊസൈറ്റിയിലെ ഒരു ഏരിയ ആണ് റോൾസ് ഓഫ് വിമൺ. വുമൺസിൻ്റെ ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ച് വരുന്ന ഒരു ഒപ്പീനിയൻ ആണ്. ജസ്റ്റ് എന്താ വരുന്നതെന്ന് മാത്രം പറയാം. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അല്ല. അതായത് നമ്മൾ ഇപ്പം കേരളത്തിലും എപ്പോഴും കണ്ടുവരുന്ന ഒരു ഇതാണ് സ്ത്രീധന പീഡനം. സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുക, സൂയിസൈഡ് ചെയ്യുക, അതുപോലെ തന്നെയുള്ള കുറേ ക്രൂവൽറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം അതുപോലെ തന്നെ ഒരു കേസായിരുന്നു ശിവാംഗി ബൻസാൽ വിസസ് സാഹിബ് ബൻസാൽ എന്ന് പറയുന്ന ഈ ഒരു കേസ് ഈ അടുത്ത് സുപ്രീം കോടതി അംഗീകരിച്ചു. ഈ ഒരു കേസിൽ പറയുന്നത് എന്താ, വുമൻസിന് വുമൻസിന് പല രീതിയിലുള്ള ക്രൂവൽറ്റി വുമൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് അവർ വിവാഹം കഴിച്ചു വിടുന്ന സമയത്ത് ഡൗറി ആയാലും ഫിസിക്കലി ഹറാസ്മെന്റ്, സെക്ഷുവൽ ഹറാസ്മെന്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവർ ഫേസ് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. അപ്പം ഈ ക്രൂവാലിറ്റി എല്ലാം ഇതിന് വേണ്ടിയിട്ടും ഇത് സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള IPCയിൽ കൊണ്ടുവന്നിട്ടുള്ള സെക്ഷനാണ് 498A എന്ന് പറയുന്നത്. അത് നമ്മുടെ IPCയിൽ പറയുന്നത്. അതുപോലെ നമ്മുടെ ഭാരത് ന്യായ സംഹിത ഉണ്ടല്ലോ, അതിനകത്ത് 85 എന്ന് പറയുന്നതും ഈ പറയുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് പ്രകാരം കൊണ്ടുവന്ന സമയത്ത് അലഹബാദ് ഹൈക്കോർട്ട് എന്ത് പറഞ്ഞു, അലഹബാദ് ഹൈക്കോർട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കേസ് എടുക്കുന്ന, അതായത് സ്ത്രീധന പീഡനം അല്ലെങ്കിൽ അങ്ങനെ സ്ത്രീകൾ അതിക്രമം നേരിട്ടു എന്നുള്ള കേസ് വരുന്ന സമയത്ത് ഇത് ഡയറക്റ്റായിട്ട് പോലീസുകാർ കേസ് എടുക്കാനായിട്ട് പാടില്ല, കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പാടില്ല. മിനിമം എന്താണ്, ഒരു 2 മന്തെങ്കിലും എടുത്തിട്ട് വേണം ഈ കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു.
അപ്പോൾ ഈ 2 month രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? 2 month രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കേസ് കൊടുത്ത ആൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിനുള്ളിൽ ആള് സൂയിസൈഡ് ചെയ്യാനായിട്ട് വരാം, അല്ലെങ്കിൽ കേസ് പിൻവലിക്കാം, കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാതെ വരാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടാണ് അലഹബാദ് കോടതി വിധി വന്നത്. ഇതിനെ എന്ത് ചെയ്തു? സുപ്രീം കോർട്ട് അനുമതി കൊടുക്കുകയും ചെയ്തു. അതായത് ഈ ഒരു കൂൾ ഓഫ് ടൈം കൊടുക്കാം എന്നുള്ളൊരു കേസ് കൂടി വന്നു. അതിനെക്കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എന്തൊക്കെയാ? വുമൻസ് ഇൻക്ലൂഡിങ് ഡൗറി ഹറാസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, സൂയിസൈഡ് ഇഞ്ചറി ടു ലൈഫ് ഓഫ് ഹെൽത്ത് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഈ ഒരു ആർഗ്യുമെന്റ് വരാൻ കാരണം തന്നെ എന്താണ്? നമ്മൾ സ്ത്രീകളുടെ രീതിയിലുള്ള ലോസ് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു മിസ്കൺസെപ്ഷന്റെ പേരിലാണ് ഈ പറയുന്ന 2 month കൂൾ ഓഫ് പീരീഡ് വന്നിട്ടുള്ളത്. അത് എപ്പോഴും എന്താണ്? നമുക്കെപ്പോഴും ഇത് ഹാംഫുൾ ആയിരിക്കും എന്നാണ് ഈ ഒരു ഒപ്പീനിയനിൽ പറയുന്നത്. ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി, അല്ലാതെ ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒന്നുമല്ല. ദെൻ ഇന്നലെ നമ്മുടെ പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുള്ളൊരു പുതിയ ബില്ലാണ് ന്യൂ ഇൻകം ടാക്സ് ബിൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇൻകം ടാക്സ് ബിൽ 1961 ആയിരുന്നു ഇത്രയും നാളും നമുക്ക് ഉണ്ടായിരുന്നത്. ഒരു 60+ ഇയേഴ്സിന് ശേഷമാണ് നമ്മൾ പുതിയ ഇൻകം ടാക്സ് ആക്ട് കൊണ്ടുവരുന്നത്. ഇപ്പം അത് ബില്ലാണ്. ബില്ല് ലോകസഭയിൽ പ്രസൻറ്റ് ചെയ്തു ഇന്നലെ. അത് ലോകസഭയിൽ പാസ് ചെയ്തു. ഇനി അതെന്ത് ചെയ്യണം? അത് രാജ്യസഭയിൽ പാസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രസിഡന്റ് സൈൻ ചെയ്യണം. പ്രസിഡന്റ് സൈൻ ചെയ്താൽ മാത്രമാണ് എന്ത് ബില്ല് നമുക്ക് ആക്ട് ആയിട്ട് മാറുന്നത്. ഈ ഇൻകം ടാക്സ് ബില്ല് നമ്മൾ ഫെബ്രുവരിയിൽ പ്രസന്റ് ചെയ്തതാണ്. അപ്പോൾ അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പുതുക്കിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ആക്റ്റാണ് ഇപ്പോൾ ന്യൂ ഇൻകം ടാക്സ് ബില്ല് എന്ന് പറയുന്നത്. ഇത് ഇന്നലെ ലോക്സഭ പാസ്സാക്കി. പക്ഷേ ഈ ബില്ല് പാസ്സാക്കിയ സമയത്ത് എന്തായിരുന്നു? അവിടെ ഒപ്പോസിഷൻ ലീഡേഴ്സ് ഉണ്ടായിരുന്നില്ല. ഒപ്പോസിഷൻ ലീഡേഴ്സ് ഒക്കെ തന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിൽ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ നമ്മുടെ ബീഹാർ ഇലക്ട്രൽ റോൾസ്, അതുപോലെ തന്നെ രാജീവ് ഗാന്ധി പറഞ്ഞിട്ടുള്ള ഇലക്ട്രൽ മാൽ പ്രാക്ടീസസിനെ കുറിച്ചുള്ള ഇഷ്യൂ പ്രകാരം ഒപ്പോസിഷൻ ലീഡേഴ്സും ഒപ്പോസിഷൻ ആളുകളെല്ലാവരും തന്നെ ഇലക്ഷൻ കമ്മീഷനിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ആ ഒരു ടൈമിലാണ് ഈ ഒരു ബില്ല് പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രസന്റ് ചെയ്ത് അപ്പം തന്നെ വോയിസ് വോട്ടിൽ ഇത് ബില്ല് പാസ്സാക്കായിരുന്നു. കാരണം ഒപ്പോസിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ജസ്റ്റ് മിനിറ്റ്സിൽ തന്നെ അവരിത് പാസ്സാക്കി. ദെൻ ന്യൂ ഇൻകം ടാക്സ് ബില്ലിന് കുറച്ച് പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട്. അതിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മുൻപ് നമ്മൾ ഉപയോഗിച്ചിരുന്ന വാക്കുകളൊക്കെ മാറ്റിയിട്ട് നമ്മളിപ്പോൾ ടാക്സ് പേയർ അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള വാക്കുകൾ കൊണ്ടുവന്നു. അതായത് സിംപ്ലിഫൈ ചെയ്തു. നമ്മുടെ ലോസൊക്കെ സിംപ്ലിഫൈ ചെയ്യാണ് ഇതിനകത്ത് ചെയ്തത്. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ന്യൂ ഇൻകം ടാക്സ് ലോയില്. അതുപോലെ തന്നെ വെർച്വൽ ഡിജിറ്റൽ സ്പേസിനെ ഡിഫൈൻ ചെയ്തു. വെർച്വൽ ഡിജിറ്റൽ സ്പേസ് എന്താന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ടാക്സ് വെട്ടിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഗവൺമെന്റിന് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്, ഇമെയിൽസ്, സെർവേഴ്സ്, ഡിജിറ്റൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു അനുമതി ഈ ഒരു ഈ ബില്ല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ അസറ്റ്സുകളൊക്കെ ഗവൺമെന്റിന് വേണമെന്നുണ്ട്. അതായത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർക്ക് സീസ് ചെയ്യാനായിട്ടുള്ള സെക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടാക്സബിൾ അസറ്റ്സിൻ്റെ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ റിലീജിയസ് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒക്കെ LLPs, അനോണിമസ് ആയിട്ടുള്ള ഡൊണേഷൻസിനെ കുറിച്ചൊക്കെ ഇവരിതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 1961, അതുപോലെ തന്നെ ഫിനാൻസ് ആക്ട്, അതുപോലെ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്. അപ്പോൾ ഇത് കുറച്ച് കൂടുതലായിട്ട് എന്താണ്, നമുക്ക് നല്ലൊരു ആർട്ടിക്കിൾ വരുന്ന സമയത്ത് ഇത് നമ്മൾ കൂടുതൽ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് ഇത്തരം കാര്യങ്ങളെ നമുക്ക് ജസ്റ്റ് വരുന്നുള്ളൂ. ദെൻ നമ്മുടെ
ലാസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് കേരളാസ് അഡീഷണൽ ബോറോവിങ് അഹെഡ് ഓഫ് ഓണം. ഇത് ഈ ന്യൂസ് ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് നമ്മൾ ഈ അഡീഷണൽ ബോറോയിങ് എന്ന് പറയുന്ന ഈ ഒരു ടേം ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾസ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അഡീഷണൽ ബോറോവിങ് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിയിലെ ഒരു ടേമാണ് അഡീഷണൽ ബോറോവിങ് എന്ന് പറയുന്നത്. നമ്മുടെ 15th ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ വഴിയാണ് നമ്മൾ ഫിനാൻസ് അഡീഷണൽ ബോറോവിങ്സിനെ കുറിച്ചൊക്കെ പറയുന്നത്. വേറെ ഒന്നുമില്ല, അപ്പം നമ്മൾ ഓണമൊക്കെ വരികയാണ്, നമ്മൾ RBIയുടെ അടുത്ത് നിന്ന് കടം എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ പൈസ വേണം എന്നുള്ള കാര്യം നമ്മൾ RBIയോട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കടമെടുത്തതിൽ നിന്നും നമുക്ക് ആവശ്യം വരുമ്പോൾ രണ്ടാമത് നമ്മൾ കുറച്ചുകൂടി കടം എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡീഷണൽ ബോറോവിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഈ ഒരു ടേം എന്താണ്, അഡീഷണൽ ബോറോവിങ് എന്താണ് എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് നോക്കേണ്ടതായിട്ട് ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തിനൊക്കെ കുറിച്ചാണ് നോക്കിയത്, നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എത്തനോൾ ബ്ലെൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പെട്രോളിലെ എത്തനോൾ ബ്ലെൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ രണ്ടാമത് നമ്മൾ നമ്മുടെ പിപ്രാവ റെലിക്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹിമാലയൻ റീജിയൻസിലെ ഫ്ലാഷ് ഫ്ലഡ്സ്, ക്ലൈമറ്റ് ചേഞ്ച് മാത്രമല്ല ഹ്യൂമൻ ആക്ടിവിറ്റീസും അതിന് കാരണമാവുന്നുണ്ട് എന്ന് നമ്മളുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ച് നമുക്കൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ന്യൂ ഇൻകം ടാക്സ് ബിൽ 2025 കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡീഷണൽ ബോറോവിങ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് ന്യൂസ് പേപ്പർ വായിക്കാനും കൂടി നിങ്ങൾ ശ്രമിക്കണം. നമ്മളിതൊരു 30 minutes ഒതുക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അതായത് നമുക്ക് ഇന്നത്തെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത്രയും സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ന്യൂസ് പേപ്പർ കൂടി വായിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളത് UPSC ജേർണിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ന്യൂസ് പേപ്പർ അനാലിസിസ് സെഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ പറയുന്ന ന്യൂസ് പേപ്പർ സെഷൻസ് കണ്ടതിന് ശേഷം 1 week ഒക്കെ ആയല്ലോ, അപ്പോൾ ഇനി പതുക്കെ ന്യൂസ് വായിച്ച് തുടങ്ങാനായിട്ടും കൂടി ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിൽ നാളെ കാണാം. ഓക്കെ, ബൈ.